ആളുകൾ കൂടിക്കൂടി വന്ന് മുറ്റവും മൈതാനവും നിറഞ്ഞു. എല്ലാവർക്കും കേൾക്കാൻ കഴിയേണ്ടതിന് ഈശോ മുറിയുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരെങ്കിലും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടോ ഏതോ സംഭവത്തെ പരാമർശിച്ചോയാണ് പ്രസംഗം. ഈശോ പറയുന്നു, ഒരു സംശയവും വേണ്ട. ജെറമ്യ പറയുന്നത് പോലെ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദുഃഖപൂർണവും കയ്പേറിയതുമാണെന്ന് പരിശോധനയിൽ അവർ മനസ്സിലാക്കും. എൻ്റെ സ്നേഹിതരെ, ചില കുറ്റകൃത്യങ്ങൾ ഉളവാക്കുന്ന മാലിന്യം പൊട്ടാഷ് കൊണ്ടോ കാരം കൊണ്ടോ നീക്കാൻ പറ്റുകയില്ല. നരകത്തിലെ തീക്ക് പോലും ആ പാപക്കറകളെ ദ്രവിപ്പിക്കാൻ കഴിയുകയില്ല. അത് മായാത്ത കറയാണ്. ഇവിടെ ജെറമിയായുടെ വാക്കുകൾ എത്ര നീതിയുക്തമാണെന്ന് നമ്മൾ അംഗീകരിക്കണം. ഇസ്രയേലിൽ നമുക്കുള്ള വലിയ ആളുകൾ പ്രവാചകൻ പരാമർശിക്കുന്ന പെൺകഴുതകളെ പോലെ വനത്തിലെ പെൺകഴുതകൾ. അവ വായുവിൽ ആൺകഴുതുകളുടെ ഗന്ധം തിരയുന്നു. ഹൃദയമാകുന്ന മരുഭൂമിയിൽ ദൈവത്തെ നിരസിച്ചതിനാൽ മരുഭൂമിയായി തീർന്ന ഹൃദയത്തിൽ മണത്തു നോക്കുന്നത് അധികാരം, പണം, ശരിക്കുള്ള വ്യഭിചാരം ഇവയെല്ലാമാണ്. ആ മണം പിടിച്ചവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അതെ, അവയെ അവർ പിഞ്ചെന്ന് കുറ്റങ്ങൾ ചെയ്യുന്നു, ഭാവിയിൽ ചെയ്യുകയും ചെയ്യും. അവരുടെ പാദങ്ങളല്ല ഹൃദയങ്ങളാണ് തിന്മയിലേക്ക് നയിക്കുന്നതെന്നും അവരുടെ പാപങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്ന ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ ആ ഹൃദയത്തിലേക്ക് തറയ്ക്കുമെന്നും അവർക്കറിഞ്ഞുകൂടാ. ഒരുവൻ ദൈവത്തോട് കൂടിയായിരുന്നാൽ അവൻ്റെ ഹൃദയം ഒരിക്കലും മരുഭൂമിയായി പോകുകയില്ല. ജോബിനെ പോലെ അവൻ ദരിദ്രനാകാം, നഗ്നനാകാം, ഏകനായിരിക്കാം, എന്നാലും ഹൃദയം മരുഭൂമിയാക്കിയില്ല. ദൈവത്തെ നിരസിച്ച് തിന്മയെ തേടിപ്പോയ രാജാക്കന്മാർ, രാജകുമാരന്മാർ, പുരോഹിതർ, നിയമജ്ഞർ മുതലായ ആളുകൾ ശൂന്യതയോടും പാപത്തോടും ഇതാണ് പറയുന്നത്: നീയാണ് എൻ്റെ പിതാവ്, നീ എനിക്ക് ജന്മം നൽകി. ഞാൻ ഗൗരവമായി പറയുന്നു, ജനങ്ങൾ വിഗ്രഹ ആരാധനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് പ്രമാണങ്ങളുടെ പലക മോശ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. പിന്നീട് അവൻ പർവ്വതത്തിൽ കയറി പ്രാർത്ഥിച്ചു, കൃപാവരം പ്രാപിച്ചു. ഇത് സംഭവിച്ചത് അനേകം നൂറ്റാണ്ടുകൾ മുമ്പാണ്. എന്നാൽ വിഗ്രഹ ആരാധന മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല, വിട്ടുമാറുകയുമില്ല. നേരെ മറിച്ച് മാവിൽ വച്ചിരിക്കുന്ന പുളിമാവ് പോലെ അത് പതഞ്ഞുവരും. ഇപ്പോൾ മിക്കവാറും എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വന്തം സ്വർണ്ണക്കാളക്കുട്ടിയുണ്ട്. ഭൂമി വിഗ്രഹങ്ങളുടെ ഒരു വനമായി തീർന്നിരിക്കുന്നു. ഓരോ ഹൃദയവും ഓരോ അൾത്താരയാണ്. എന്നാൽ ദൈവം അതിന്മേലുള്ളവർ കഷ്ടിച്ച പേരിന് മാത്രമുണ്ടെന്ന് പറയാനേ പറ്റൂ. ഒരു തരം തിന്മയുടെ അടിമയല്ലാത്തവൻ വേറൊരു തിന്മക്കടിമയാണ്. ഒരു ദുരാഗ്രഹമില്ലാത്തവന് വേറൊരു ദുരാഗ്രഹമുണ്ട്. സ്വർണത്തോട് ആഗ്രഹമില്ലാത്തവന് അധികാരമോഹം, ജഡുകാശക്തിയില്ലാത്തവന് സ്വയം പുകഴ്ചയുടെ ആധിക്യം. സ്വർണ്ണക്കാളക്കുട്ടികളെ പോലെ സ്വന്തം മഹത്തെ വെച്ച് പൂജിക്കുന്നവർ എത്രയെത്ര. ഇവരെല്ലാം പ്രഹരിക്കപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് അവർ കർത്താവിനെ വിളിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ഇതാണ്: ഞാൻ നിങ്ങളെ അറിയുകയില്ല. ദൈവമനുഷ്യനോട് പറയുന്ന ഭയാനകമായ വാക്ക്. ദൈവം മനുഷ്യവംശത്തെ സൃഷ്ടിച്ചു. അതിലെ ഓരോ വ്യക്തിയെയും അവിടത്തേക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ദൈവം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ അവിടുന്ന് തൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു എന്നാണ്. ഞാൻ നിങ്ങളെ അറിയുകയില്ല ഇങ്ങനെ പറയുന്നത് കൊണ്ട് ദൈവം വലിയ കാർക്കശ്യം കാണിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. മനുഷ്യൻ സ്വർഗത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അറിയുകയില്ല. അതിൻ്റെ പ്രതിധ്വനിയാണ് ഇപ്പോൾ ശ്രവിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ കൃതജ്ഞതയാലും സ്വന്തം ബുദ്ധിയോടുള്ള ബഹുമാനത്താലും ദൈവത്തെ അംഗീകരിക്കേണ്ടവനാണ്. കൃതജ്ഞത നിമിത്തം ദൈവമനുഷ്യനെ സൃഷ്ടിച്ച് ജീവനും കൃപാവരവും നൽകി. എത്ര അവർണ്ണനീയമായ ദാനമാണ് ജീവൻ! ജീവനേക്കാൾ എത്രയതീതമായ മഹാദാനമാണ് കൃപാവരം! മനുഷ്യൻ സ്വന്തം കുറ്റത്താൽ കൃപാവരം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു വലിയ വാഗ്ദാനം ദൈവം അവനോട് ചെയ്തു: ഞാൻ കൃപാവരം തിരിച്ചു തരും. ദ്രോഹിക്കപ്പെട്ട ദൈവം തന്നെ ദ്രോഹിച്ച മനുഷ്യനോടാണിത് പറയുന്നത്. ഈ വാഗ്ദാനം അവിടുന്ന് പാലിക്കുകയും ചെയ്യുന്നു. കണ്ടാലും
ഞാനിവിടെ വന്നിരിക്കുന്നത് മനുഷ്യന് കൃപാവരം നൽകാനാണ്. സ്വാഭാവികമായ കൃപാവരങ്ങൾ മാത്രമേ നൽകൂ എന്ന് ദൈവം പരിധി വെച്ചിട്ടില്ല. തൻ്റെ ചേതനയുടെ സത്തയെ അവിടുന്ന് വളരെ താഴ്ത്തി മനുഷ്യൻ്റെ താഴ്ന്ന പരിക്കൻ മാംസരക്തങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് തയ്യാറായി. സൂര്യൻ്റെ ചൂടും ജലത്തിൻ്റെ തണുപ്പും ധാന്യങ്ങൾ, മുന്തിരി, നാനാതരത്തിലുള്ള വൃക്ഷങ്ങൾ, മൃഗങ്ങൾ ഇവയെല്ലാം ദൈവം മനുഷ്യന് നൽകി. അങ്ങനെ അവൻ്റെ ജീവിതം ആവശ്യമായവയെല്ലാം മനുഷ്യൻ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചു. ദൈവം മനുഷ്യൻ്റെ സർവ്വസമ്പത്തിൻ്റെയും ദാതാവാണ്. മനുഷ്യൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ആ നന്ദി കാണിക്കണം. സ്വന്തം ബുദ്ധിയെക്കുറിച്ചുള്ള ബഹുമാനത്താൽ ഭ്രാന്തനായ ഒരുവനും ബുദ്ധികെട്ടവനും ബുദ്ധിയുടെ വിലയെറിഞ്ഞു കൂടാത്തതിനാൽ അവരെ സുഖപ്പെടുത്തുന്നവരോട് നന്ദിയുണ്ടാകുകയില്ല. അവനെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് ദേഷ്യമാണ്. അവർക്ക് ആപത്തൊന്നും വരാതെ കാത്തിരിക്കുന്നവരോടും അവർക്ക് മറ്റു വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരോടും വെറുപ്പാണ്. കാരണം അവരുടെ ആരോഗ്യത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നതെല്ലാം അവർക്ക് ഉപദ്രവമായിട്ടാണ് തോന്നുക. അത് അവരുടെ രോഗനിമിത്തം സംഭവിക്കുന്നു. ദൈവത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാത്ത ഒരു മനുഷ്യൻ തനിക്ക് തന്നെ അപമാനം വരുത്തുന്നു. വിവേചനമുള്ളവനാണല്ലോ മനുഷ്യൻ. ഒരു ഭോഷൻ അഥവാ മടയന് സ്വന്തം അപ്പനെ മറ്റു മനുഷ്യരിൽ നിന്നും വേർതിരിച്ചറിയാൻ പാടില്ലായിരിക്കും. ഒരു ഗുണകാംക്ഷിയെ ശത്രുവിൽ നിന്ന് വേർതിരിക്കാൻ കഴിവില്ലായിരിക്കാം. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനെ അപ്പനെ അറിയാം, ഉപകാരി ആരെന്നറിയാം. അവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനാൽ അയാൾ സന്തോഷം കണ്ടെത്തുന്നു. അവൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹം കാണിക്കും. അവൻ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, ഉപകാരിയെ ലഭിക്കുന്നതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കും. നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, വെറും മൃഗങ്ങളല്ല എന്ന് കർത്താവിനെ കാണിക്കാൻ അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇസ്രയേലിലെ അധികം ആളുകളും തങ്ങളുടെ പിതാക്കളെയും ഉപകാരികളെയും തിരിച്ചറിയാൻ കഴിയാത്ത തനിവിഡ്ഢികളെ പോലെയാണ്. ജെറമ്യ ചോദിക്കുന്നു, ഒരു യുവതിക്ക് അവളുടെ ആഭരണങ്ങൾ മറക്കാനാകുമോ? ഒരു വധുവിന് അവളുടെ ഇടക്കെട്ട് വിസ്മരിക്കാൻ പറ്റുമോ? ഓ ശരി, ഇസ്രയേൽ ഇപ്രകാരമുള്ള ഭോഷികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നേരായി സമ്പാദിച്ചിട്ടുള്ള ആഭരണങ്ങളും ഇടക്കെട്ടും മറന്നിട്ട് വേശ്യകളുടെ കൃത്രിമ ആഭരണങ്ങളും അലങ്കാരങ്ങളും സ്വീകരിക്കുന്ന താന്തോന്നികളായ വധുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നു. സമുദായത്തിൽ മേൽക്കിടയിൽ ഇത് കൂടുതലായി സംഭവിക്കുന്നു. ജനത്തെ പഠിപ്പിക്കാനുള്ളവരാണിവർ. ദൈവകോപം അവരോട് ഇങ്ങനെ പറയുന്നു, സ്നേഹം ലഭിക്കാനായി നിങ്ങളുടെ പ്രവൃത്തികൾ നല്ലതാണെന്ന് സ്ഥാപിക്കുന്നതിന് എന്തിനു ശ്രമിക്കുന്നു? വാസ്തവത്തിൽ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത രീതി വഴി തിന്മയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിർദോഷികളുടെ ദരിദ്രരുടെ രക്തമല്ലേ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ? എൻ്റെ സ്നേഹിതരെ, ദൂരം നന്മയാണ്, തിന്മയുമാണ്. ഞാൻ പ്രസംഗിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നകന്ന് ദൂരെയായിരിക്കുന്നത് ഒരു തിന്മയാണ്. കാരണം ജീവൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയപ്പെടുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖവും ഉണ്ടാകും. അത് ശരിയാണ്. വേറൊരു തരത്തിൽ അത് നന്മയാണ്. കാരണം പാപം പതിഞ്ഞു പൊങ്ങുന്ന സ്ഥലത്ത് നിന്ന് അകന്നിരിക്കുന്നത് നല്ലതാണ്. അഴിമതി തിളക്കുന്ന കെണികൾ ചീറ്റുന്ന, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന, എൻ്റെ വേലയെ തടസ്സപ്പെടുത്തുന്ന, എന്നെക്കുറിച്ച് മറ്റുള്ളവരിൽ സംശയവും വെറുപ്പും ഉളവാക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നകന്നിരിക്കുന്നത് നന്മയാണ്. എന്നാൽ നിങ്ങൾ ദുഷിപ്പിക്കപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ വിദൂരത്തിലായിരിക്കുന്നതാണ്. നിങ്ങളുടെ പരിശീലനത്തിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരസ്പരം സ്നേഹിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മൾ തമ്മിൽ കാണുന്നതിന് മുമ്പേ എന്നെ നിങ്ങൾ അറിഞ്ഞു. ഐസക്കാണ് നിങ്ങളെ അറിയിച്ചത്. എൻ്റെ വാക്കുകൾ നിങ്ങളോട് പറയാൻ അനവധി ഐസക്കുമാരെ ഞാൻ അയക്കും. എങ്ങനെയായാലും ദൈവത്തിന് എല്ലായിടത്തും സംസാരിക്കാൻ കഴിയും. മനുഷ്യൻ്റെ ചേതനയോട് രഹസ്യമായി സംസാരിക്കാൻ കഴിയും. തൻ്റെ ആഗ്രഹങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. നിങ്ങൾ തനിയെ ആയതുകൊണ്ട് തെറ്റിലകപ്പെടുമെന്ന് ഭയപ്പെടേണ്ട. ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവിനോടും അവൻ്റെ ക്രിസ്തുവിനോടും നിങ്ങൾ അവിശ്വസ്തത കാണിക്കുകയില്ല. നേരെ മറിച്ച് മിശിഹ തൻ്റെ ഹൃദയം തുറന്ന് കൈകൾ അവൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് വരൂ എന്ന് പറയുന്നു. വരൂ,
വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരൂ, ഇവിടെ താമസിച്ചു കൊള്ളൂ. എന്നാൽ ആദ്യം പറഞ്ഞവരും സത്യസന്ധമായ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അനേകം ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ആത്മാർത്ഥതയില്ലായ്മക്കെതിരെ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. തീഷ്ണതയല്ലാത്ത ആത്മാക്കൾ എണ്ണമറ്റവയാണ്. വിശ്വസ്തയോടെ സ്ഥിരമായി നിൽക്കാൻ അറിഞ്ഞുകൂടാത്ത അവരോട് ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രിസ്തുവിനോട് വിവാഹം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അവർ തങ്ങളുടെ ആടയാഭരണങ്ങളുടെ കാര്യം വിസ്മരിച്ച് ജീവിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഞങ്ങളുടെ ഇടയിൽ രോഗവുമില്ല, മരണവുമില്ല. നിന്റെ അനുഗ്രഹം ഞങ്ങളെ രക്ഷിച്ചു. അതെ, ആരോഗ്യം ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ വരവ് നിങ്ങളുടെയെല്ലാം അരൂപിയിൽ ആരോഗ്യവാന്മാരാക്കാൻ ഇടയാകുന്നതിന് നിങ്ങൾ ശ്രമിക്കുക. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും അതിനായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. നിങ്ങളുടെ മക്കളെയും വയലുകൾ, കൃഷികൾ, വീടുകൾ, കാലികൾ, ഫലവൃക്ഷങ്ങൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും ഞാൻ അനുഗ്രഹിക്കുന്നു. വിശുദ്ധമായ രീതിയിൽ അവ ഉപയോഗിക്കണം. അവയ്ക്കായി ജീവിക്കരുത്, എന്നാൽ അവയെ കൊണ്ട് ജീവിക്കുക. അധികമുള്ളത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുക. അപ്പോൾ പിതാവിൽ നിന്ന് അളവ് കവിഞ്ഞൊഴുകുന്ന വിധം അനുഗ്രഹങ്ങൾ ലഭിക്കും. സ്വർഗത്തിൽ ഒരു സ്ഥലവും കിട്ടും. നിങ്ങൾക്ക് പോകാം. ഞാൻ പ്രാർത്ഥിക്കാനായി ഇവിടെ താമസിക്കുകയാണ്. ദർശനം അവസാനിക്കുന്നു. ഇന്നലെ ഞാൻ എഴുതിയത് ഇന്ന് വീണ്ടും വായിച്ചു നോക്കുകയാണ്. വ്യക്തമല്ലാത്ത വാക്കുകൾ വീണ്ടും എഴുതുന്നു. അങ്ങയുടെ കണ്ണുകളോട് ദയ തോന്നിയിട്ടാണ് പിതാവേ അത് വായിക്കുന്നത്. ബുദ്ധിമുട്ടുളവാക്കുന്നുണ്ട്. ഈ എഴുതിയിരിക്കുന്നതൊന്നും ഞാൻ അനുഭവിക്കുന്നതിൻ്റെ ഒരു അംശം പോലും വ്യക്തമാക്കുന്നില്ല. കർത്താവ് എന്നെ അനുഭവിച്ചവ എല്ലാം ഞാൻ എഴുതുന്നത് ചീത്തയാകാതിരിക്കാൻ എൻ്റെ തന്നെ ആശ്വാസത്തിനു വേണ്ടിയും. ഇത് വേദനയുളവാക്കുന്നതുമായ അനുഭവങ്ങളാണ് കേട്ടോ. ഞാൻ എൻ്റെ സെൻറ്റ് ജോണിനോട് സഹായം അപേക്ഷിച്ചു. ഞാൻ വിശുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഈ കാര്യങ്ങൾ നല്ലപോലെ അറിയാം, നീ അവ അനുഭവിച്ചതാണ്, എന്നെ സഹായിക്കൂ. അപ്പോൾ വിശുദ്ധൻ തൻ്റെ സാന്നിധ്യത്താൽ എന്നെ ആശ്വസിപ്പിച്ചു. നല്ലവരും നിഷ്കളങ്കനുമായി നിത്യം വസിക്കുന്ന വിശുദ്ധൻ്റെ പുഞ്ചിരിയാൽ എന്നെ അനുഗ്രഹിച്ചു. എന്നെ തലോടി എൻ്റെ വേദന മാറ്റി. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ ശുഷ്കമാണെന്ന്. എല്ലാ മനുഷ്യരും വെറും വൈക്കോൽ കഷ്ണങ്ങളാണ്. സ്വഭാവീതീതമായവ മാത്രമാണ് സ്വർണം. ഒരു മനുഷ്യനും അത് വിവരിക്കാൻ പോലും കഴിയുകയില്ല.